നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രിസ്തുവിന്റെ പീഡനാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി. ആദ്യ ദിവസം ആരും പത്രിക നൽകിയില്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വീണ്ടും കൈകോർത്ത് അഞ്ചുചെവടി NSC സ്നേഹസാന്ത്വന ക്ലബ്ബ്. രാജ്യത്ത് ലോക്ക്ഡൌൺ എന്ന് വ്യാജ പ്രചരണം. ഒരാൾ അറസ്റ്റിൽ. താനൂർ മീനടത്തൂർ റെയിൽവേ പാളത്തിൽ അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചു. ഇഫ്താർ സൗഹൃദ സംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ക്രിസ്തുവിന്റെ പീഡനാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. തിരൂർ സെന്റ് മേരീസ് ചർച്ചിൽ ഭക്തിനിർഭരമായ ആരാധനയാണ് നടന്നത്. രാവിലെ മുതൽ നടന്ന കുർബാനയ്ക്ക് ഫാദർ ജോസഫ് മണ്ണഞ്ചേരി നേതൃത്വം നൽകി. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. തിരൂർ സെന്റ് മേരീസ് ചർച്ചിൽ ഭക്തിനിർഭരമായ ആരാധനയാണ് നടന്നത്. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ തിരുവസ്ത്രങ്ങൾ ഭാഗം വച്ചു, മേലങ്കിക്കായി ചിട്ടിയുമിട്ടു, കീർത്തനമൂതി കുർബാന, കയ്പുനീര് വിതരണം, യാമപ്രാർത്ഥനകൾ, പ്രദക്ഷിണം, കുരിശിന്റെ വഴി, സ്ലീബ വന്ദനവ് തുടങ്ങിയ വിവിധങ്ങളായ ശുശ്രൂഷകളാണ് ദുഃഖവെള്ളിയുടെ ഭാഗമായി നടത്തിയത്. വെട്ടം ന്യൂസ്, തിരൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനത്തിന് പിന്നാലെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നോട്ടീസ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ നോട്ടീസ് വരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K മണികണ്ഠനും പ്രസിദ്ധീകരിച്ചു. പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിനമായ വ്യാഴാഴ്ച 2 മണ്ഡലങ്ങളിലും ആരും പത്രിക നൽകിയില്ല.
ഏപ്രിൽ 4 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ പത്രിക സ്വീകരിക്കും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധി ദിനങ്ങളായ മാർച്ച് 29, 31, ഏപ്രിൽ 1 തീയതികളിൽ പത്രിക സ്വീകരിക്കില്ല. പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 രാവിലെ 11 നടക്കും. ഏപ്രിൽ 8 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമുണ്ടാകും. 8 വൈകിട്ട് 3 മുതൽ ചിഹ്നം അനുവദിക്കും. തുടർന്ന് ഏപ്രിൽ 26 തിരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 4 വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് വെട്ടം. അഞ്ചുചവിടി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ ഷിഫ എന്ന കുട്ടിയുടെ നട്ടെല്ല് വളവ് സംബന്ധമായ പ്രശ്നം കാരണം കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഓപ്പറേഷന് പണം കണ്ടെത്താൻ കുടുംബത്തെ അറിയിച്ചതിനെ തുടർന്ന് വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബം അഞ്ചുചവിടി NSC ക്ലബ്ബ് ഭാരവാഹികളോട് വിവരമറിയിക്കുകയും NSC ക്ലബ്ബ് ആ ദൗത്യം ഏറ്റെടുക്കുകയുമായിരുന്നു. 5,56,214 രൂപ സ്വരൂപിച്ചു. ഫാത്തിമ ഷിഫയുടെ കുടുംബത്തിന് 3,50,000 രൂപയും അഞ്ചുചവടി NCC സാന്ത്വന ക്ലബ്ബ് സ്വരൂപിച്ച ഫണ്ടിൽ നിന്നും പ്രദേശത്തെ മറ്റു 2 കുട്ടികൾക്ക് കൂടി ചികിത്സാ ധനസഹായങ്ങൾ നൽകുകയും ചെയ്തു. ചാരിറ്റി പ്രവർത്തകർ നാസർ മാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചുചവടി NCC ക്ലബ്ബ് പ്രസിഡന്റ് M ജിംഷാദ്, സെക്രട്ടറി P സമീർ, A സിദ്ദീഖ്, KT ബാനു, P അബ്ദുറഹിമാൻ, മോയ്ക്കൽ ബാപ്പൂട്ടി, PV കുഞ്ഞി മുഹമ്മദ്, AT സമീർ ബാബു, KP നജ്മുദ്ദീൻ, M ഗഫൂർ, PV അസ്ലം, മോയ്ക്കൽ മുഹമ്മദ് അലി, CK ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് വെട്ടം. ഫേസ്ബുക്ക് വഴി രാജ്യത്ത് 3 ആഴ്ച ലോക്ക്ഡൌൺ എന്ന് വ്യാജ പ്രചരണം നടത്തി സമൂഹത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ആശങ്കയും രാഷ്ട്രീയ സ്പർദ്ധയുണ്ടാക്കാനും ശ്രമിച്ചതിന് ചമ്രവട്ടം സ്വദേശി മുണ്ടുവളപ്പിൽ ഷറഫുദ്ദീനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് 25 തീയതി അർദ്ധരാത്രി മുതൽ രാജ്യത്ത് 3 ആഴ്ചക്കാലത്തേക്ക് ലോക്ക്ഡൌൺ ആണെന്നും ഈ സമയം BJPക്ക് അനുകൂലമായി EVM മെഷീൻ തയ്യാറാക്കുമെന്നും ശേഷം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമെന്നും കാണിച്ചാണ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. സൈബർ കുറ്റകൃത്യങ്ങൾ നിരീക്ഷിച്ചു വരുന്ന കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ ഡോമിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം നടത്തവെയാണ് പ്രതി പിടിയിലായത്. തിരൂർ ഇൻസ്പെക്ടർ MK രമേശ്, SI നിഖിൽ AR, CPOമാരായ അരുൺ, ധനീഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വെട്ടം ന്യൂസ് തിരൂർ. താനൂർ മീനടത്തൂർ റെയിൽവേ പാളത്തിൽ അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചു. വ്യാഴാഴ്ച രാത്രി 8:50 സംഭവം. തിരൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ട്രോമ കെയർ പ്രവർത്തകരും ചേർന്ന് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാത്രി 8:50 സംഭവം. കണ്ണൂർ ഷൊർണൂർ മെമു എക്സ്പ്രസ് തട്ടിയാണ് 45 വയസ്സ് തോന്നിക്കുന്ന അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക വിവരം. സംഭവം ശ്രദ്ധയിൽപ്പെട്ട തിരൂർ റെയിൽവേ RPFും ട്രോമ കെയർ പ്രവർത്തകരും ചേർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. മരണപ്പെട്ടയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വെട്ടം ന്യൂസ് തിരൂർ. ഇരിങ്ങാവൂർ ഇസ്ലാമിക് സെന്ററിന് കീഴിൽ സൗഹൃദ ഇഫ്താർ സംഘടിപ്പിച്ചു. ഇരിങ്ങാവൂർ വടക്കേ ജുമാ മസ്ജിദ് മുദരിസ് ഷാഫി യമാനി സന്ദേശ പ്രഭാഷണം നടത്തി. ഇഫ്താർ സൗഹൃദ സംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. AK അബ്ദുസമദ് റഷാദി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇഫ്താർ സൗഹൃദ സംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. AK അബ്ദുസമദ് റഷാദി സംഗമം ഉദ്ഘാടനം ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഐക്യദാർഢ്യ ഇഫ്താറുകൾ ധാരാളമായി സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് ഖാദർ ഹാജി, സെക്രട്ടറി കോയ ഹാജി, ട്രഷറർ കരീം ഹാജി,
മഹല്ല പ്രസിഡന്റ് സൈദലി ഹാജി, നാസർ പാറയിൽ, അലി അക്ബർ, AK നിഷാദ് ചാണയിൽ, ആസിഫ് TK എന്നിവർ നേതൃത്വം നൽകി. കാരണവന്മാരും നാട്ടുകാരും യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നോമ്പുതുറയിൽ 800-ലധികം പേർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.